രാവിലെ ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുമ്പോഴാണ് അഷ്കർ എന്ന മനുഷ്യരൂപമുള്ള ഷെയ്ത്താനുമായി തെളിവെടുപ്പ്. നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ നാട്ടുകാർ കൈവെക്കുന്നത് കണ്ടാൽ തോന്നേണ്ടത് തെറ്റ് എന്ന വികാരമാണ്. പക്ഷേ പോലീസിന് വട്ടം ചാടിയ ഒരു ചേട്ടൻ അവന്റെ മൂക്കാമ്പട്ട തീർത്ത് ഇടിച്ചത് കണ്ടപ്പോൾ സത്യമായും തോന്നിയത് സന്തോഷമാണ്, തോന്നിക്കൂടാ അപൊക്കമാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ കൊണ്ടുപോകേണ്ട ബുക്കും പുസ്തകങ്ങളും ബ്രൗൺ പേപ്പറിട്ട് പൊതിയുന്ന മകളെ കണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഒരു അച്ഛന്റെ വൈകാരികത കീഴടക്കിയതാണ്. ആ സന്തോഷം പാതകമെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഏതോ പ്രേത സിനിമയിൽ കാണും പോലെ വാടകയ്ക്കെടുത്തൊരു ചെകുത്താൻ വിലാസം വീട്ടിൽ ആ കുഞ്ഞ് ഓരോ ദിവസവും അനുഭവിച്ച യാതനകൾ, വേദനകൾ വെറുതെയെങ്കിലും ഓർക്കാനാവൂ. ഓർമ്മയുറക്കാത്ത പ്രായത്തിൽ എത്രയധികമാണ് വേദന. പഞ്ഞിക്കെട്ട് പോലെ ഇച്ചിരിപ്പോന്നൊരു പൊടിക്കുഞ്ഞിന്റെ ശരീരത്തിൽ എണ്ണിപ്പറഞ്ഞാൽ 51 മുറിവുകളാണ്. കുഞ്ഞുകാലടിയിൽ ഓരോ വിരൽത്താഴയും സിഗരറ്റ് കുറ്റിയിൽ കുത്തിപ്പൊള്ളിച്ച വ്രണങ്ങളാണ്. കയ്യിൽ കിട്ടിയ കമ്പും കോലും കൊണ്ട് അടിച്ച് തൊലിപൊളിഞ്ഞ മുറിവുകൾ ആഴവേദനയുടെ ചോരകല്ലിക്കലാണ്. മൂർച്ചയുള്ള എന്തോ കൊണ്ട് കുത്തിക്കീറിയ മട്ടിൽ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലാണ് മുറിവ്. ഒടിച്ചുകളഞ്ഞ 2 കുഞ്ഞിക്കൈകൾ, തലയിൽ നീർക്കെട്ട്, ചതവ്, മുറിവ്. കൊല്ലാക്കൊല ചെയ്ത് കൊന്നതാണ്. അഷ്കറയ ഡാൻസർ പെൺകുട്ടിക്കും നിനക്കുമിടയിൽ, നിങ്ങളുടെ ശപിക്കപ്പെട്ട ബന്ധത്തിനിടയിൽ ഈ കുഞ്ഞൊരു ശല്യമാണെങ്കിൽ അമ്മത്തൊട്ടിൽ പോകാൻ സമയമില്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോകാമായിരുന്നില്ലേ? അതല്ല, തീർക്കാനാണെങ്കിൽ ഒറ്റയടിക്കാകാമായിരുന്നല്ലോ. ഇത്രയും ദ്രോഹിച്ച് വേണമായിരുന്നോടാ ദുഷ്ട. താഴെ വീഴുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതി വീടിന് മുകളിൽ ടെറസിന് താഴെ സൺഷെയ്ഡിൽ ഒറ്റയ്ക്ക് നിർത്തി വീട് പൂട്ടി പോകുമെന്നാണ് ഒരു അയൽക്കാരന്റെ സാക്ഷ്യം. എന്തു പേടിച്ചു കാണണം. വീണുപോകാതിരിക്കാൻ രക്ഷ